Hello my dear students, welcome to our study YouTube channel. For 7th standard, in the previous classes we studied about nutrition in plants. So let's move on to second chapter, nutrition in animals. So let's start the class. So in the first chapter we studied about nutrition in പ്ലാന്റ്സ് അല്ലേ? എല്ലാവർക്കും ഓർമ്മയുണ്ട് എങ്ങനെയാണ് പ്ലാന്റ്സിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് പ്ലാന്റ്സ് എടുക്കുന്നു എന്നുള്ളതും ഫുഡ് എങ്ങനെയാണ് പ്ലാന്റ്സ് പ്രിപ്പയർ ചെയ്യുന്നു എന്നുള്ളതും എന്തൊക്കെ ഫുഡാണ് പ്ലാന്റ്സ് പ്രിപ്പയർ ചെയ്യുന്നു എന്നുള്ളതും അതെങ്ങനെയാണ് പ്ലാന്റ് യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ന്യൂട്രീഷൻ ഇൻ പ്ലാന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത്. സോ വി വിൽ മൂവ് ഓൺ ദി നെക്സ്റ്റ് ചാപ്റ്റർ ന്യൂട്രീഷൻ ഇൻ ആനിമൽസ്. ന്യൂട്രീഷൻ ഇൻ ആനിമൽസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ആനിമൽസ് ഉണ്ട് അല്ലേ? ഒരുപാട് തരത്തിലുള്ള ആനിമൽസ് ഉണ്ട്. ആ ആനിമൽസ് എല്ലാം തന്നെ ഒരേ തരത്തിലുള്ള ഫുഡാണോ കഴിക്കുന്നത്? അല്ല. ഒരേ തരത്തിലാണോ ഫുഡ് കൺസ്യൂം ചെയ്യുന്നത്? അല്ല. അത് ഒരുപോലെയാണോ ഡൈജസ്റ്റ് ചെയ്യുന്നത്? അല്ല. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഓരോ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ആനിമൽസ് ഫുഡ് കൺസ്യൂം ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് ഡൈജസ്റ്റ് ചെയ്യുന്നത്, എന്തൊക്കെ ന്യൂട്രിയൻസ് ആണ് ആവശ്യമായിട്ടുള്ളത് എന്നുള്ളതാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമുക്ക് എക്സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ ബട്ടർഫ്ലൈയും ഹണി ബീസും ഫുഡ് കൺസ്യൂം ചെയ്യുന്ന പോലെയാണോ ഇപ്പോൾ ഒരു സ്നേക്ക് ഫുഡ് കൺസ്യൂം ചെയ്യുന്നത്? അല്ല. ബട്ടർഫ്ലൈയും ഹണി ബീ എന്ന് പറയുന്നത് എന്താണ് ചെയ്യുന്നത്? ഫ്ലവറിൽ ചെന്നിരുന്നിട്ട് നെക്ടർ സക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? ഫ്ലവറിൻ്റെ നെക്ടർ സക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ സ്നേക്കിനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് എന്താണ് ചെയ്യുന്നത്? സ്നേക്സ് അതിൻ്റെ പ്രേ മീൻസ് എന്താണ്? അതിൻ്റെ ഇരയെ കണ്ടാൽ അത് ചെന്ന് അത് അപ്പാടെ എന്താണ് ചെയ്യുന്നത്? വിഴുങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ തരത്തിലുള്ള ആനിമൽസും ഓരോ തരത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഫുഡ് കൺസ്യൂം ചെയ്യുന്നതും അവരുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ഉണ്ടാക്കുന്നു. അപ്പോൾ നമ്മൾ ഹ്യൂമൻ ബീയിങ്സിനെ തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുഡ് കൺസ്യൂം ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ സാധനം വാങ്ങിക്കുക, നമ്മൾ ഫുഡ് കിച്ചണിൽ വെച്ച് പ്രിപ്പയർ ചെയ്യുക, അത് നമ്മൾ എന്ത് ചെയ്യുക? ഫുഡ് കഴിക്കുക. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫുഡ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നത്. നമ്മൾ ഹ്യൂമൻ ബീയിങ്സ് അങ്ങനെയാണ് ഫുഡ് കൺസ്യൂം ചെയ്യുന്നത്. ആ കൺസ്യൂം ചെയ്ത ഫുഡ് എന്ത് ചെയ്യും? നമ്മുടെ വയറിനകത്ത് ചെന്നിട്ട് അത് ഡൈജസ്റ്റ് ആവും ഇല്ലേ? ദഹിക്കും. അപ്പോൾ ഇപ്പോൾ ഡൈജഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഹ്യൂമൻ ബീയിങ്സ് എന്നല്ല ഏതൊരു ആനിമലും ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ആ ഫുഡ് എങ്ങനെയാണ് നമ്മുടെ മൗത്ത് വഴി സ്റ്റൊമക്ക് വഴി എന്ത് നടക്കുന്നത്? ഡൈജഷൻ പ്രോസസ്സ് നടക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ബോഡി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളതാണ് ഡൈജഷൻ പ്രോസസ്സിൽ വരുന്നത്. അപ്പോൾ നമുക്കിതിൽ ആദ്യമായിട്ട് പഠിക്കാനുള്ള വാട്ട് ഈസ് ഡൈജഷൻ എന്നുള്ളതാണ്. എന്താണ് ഡൈജഷൻ, എന്താണ് ദഹനം എന്നുള്ളതാണ് നമ്മൾ ഇതിൽ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത്. സോ ദ പ്രോസസ് ഓഫ് ബ്രേക്കിംഗ് ഡൗൺ കോംപ്ലെക്സ് ഫുഡ് ഇൻ ടു സിംപ്ലർ ഫോംസ് ഇൻ ഓർഡർ ടു അബ്സോർബ് ന്യൂട്രിയൻസ് ഈസ് കോൾഡ് ഡൈജഷൻ. അപ്പോൾ എന്താണ്? The process of breaking down complex food into simpler forms. നമ്മൾ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള വളരെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഫുഡ് നമ്മൾ കഴിക്കാറുണ്ട്. അപ്പാടെ തന്നെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ചവച്ച് വിഴുങ്ങുകയാണ് ചെയ്യാറുള്ളത്. അത് അതേപടി നമുക്ക് ബോഡിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനുള്ള ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഈ ബോഡിയിൽ അടങ്ങിയിട്ടുള്ള ഒരുപാട് എൻസൈംസ് ഒക്കെ എന്ത് ചെയ്യാൻ സഹായിക്കും? ഈ കോംപ്ലക്സ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസിനെ എന്താക്കാൻ സഹായിക്കും? സിംപ്ലർ ഫോംസ്, വളരെ സിമ്പിളായിട്ടുള്ള ഫോമിൽ ബ്രേക്ക് ഡൗൺ ചെയ്ത് അതുവഴിയാണ് എന്ത് ചെയ്യുന്നത്? ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് നമ്മുടെ ബോഡി അബ്സോർബ് ചെയ്യുന്നു. ആ പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? ഡൈജഷൻ എന്ന് പറയുന്നത്. സോ ഡെഫിനിഷൻ എന്ന് പറയുന്നത് എന്താണ്? ദ പ്രോസസ് ഓഫ് ബ്രേക്കിംഗ് ഡൗൺ കോംപ്ലെക്സ് ഫുഡ്. ഇതിൽ 3 ഇമ്പോർട്ടൻറ്റ് വേർഡ്സാണ് നമുക്ക് നോക്കാനുള്ളത്. കോംപ്ലെക്സ് ഫുഡിനെ എന്താക്കുന്നു? സിംപ്ലർ ഫോംസ് ആക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? ടു അബ്സോർബ് ന്യൂട്രിയൻസ്. അതിനെയാണ് എന്ത് പറയുന്നത്? ഡൈജഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ കുറിച്ചാണ്. നമ്മുടെ ഡൈജഷൻ നടക്കുന്ന ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ആ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ വേറൊരു പേരും കൂടെ വിളിക്കും. എന്താണ് വിളിക്കുന്നത്? എലിമെൻ്ററി കനാൽ എന്ന് വിളിക്കും. എലിമെൻ്ററി കനാൽ എന്ന് വിളിക്കും. ഇപ്പോൾ ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റം അല്ലെങ്കിൽ എലിമെൻ്ററി കനാൽ എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്? ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെയാണ് പറയുന്ന വേറൊരു പേരാണ് എലിമെൻ്ററി കനാൽ എന്ന് പറയുന്നത്. ഈ ഹ്യൂമൻ എലിമെൻ്ററി കനാൽ അല്ലെങ്കിൽ ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റം എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? നമുക്കിപ്പോൾ ഒരു ഭക്ഷണം കിട്ടിയാൽ നമ്മൾ കൈ കൊണ്ട് അതെടുത്ത് എവിടോട്ട് വയ്ക്കും? നമ്മുടെ മൗത്തിലോട്ട് വെക്കും ഇല്ലേ? അല്ലെങ്കിൽ നമ്മുടെ ബക്കൽ ക്യാവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മൗത്ത് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെ വരും? ടീത്ത് ആൻഡ് ടങ്.
അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഫുഡ് ആദ്യമായിട്ട് കിട്ടുമ്പോൾ നമ്മൾ കയ്യിലെടുത്ത് എവിടെ വെക്കും, നമ്മുടെ വായിലോട്ട് വെക്കും, നമ്മുടെ മൗത്തിലോട്ട് വെക്കും. അവിടെയാണ് എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ, ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ പാർട്ട് 1 എന്ന് പറയുന്നത് ഏതാണ്, മൗത്താണ്. അത് എൻഡ് ചെയ്യുന്നത് എവിടെയാണ്, റെക്റ്റത്തിലാണ് അത് എന്ത് ചെയ്യുന്നത്, എൻഡ് ചെയ്യുന്നത്. സോ ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ദ ബക്കൽ ക്യാവിറ്റി ആൻഡ് എൻഡ്സ് ഇൻ ദ റെക്റ്റം. അപ്പോൾ അത് നോക്കിയേ, ഈ പിക്ചർ എല്ലാവരും കണ്ടല്ലോ. ഇതിലാണ് കൊടുത്തേക്കുന്നത് നമ്മുടെ ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റം കൊടുത്തേക്കാണ്. അതിലെന്തൊക്കെയാണോ നോക്കിയേ, ബക്കൽ ക്യാവിറ്റി, വായുടെ ആ പോർഷൻ, മൗത്തിൻ്റെ ആ പോർഷൻ എന്താണ്, ബക്കൽ ക്യാവിറ്റി. അടുത്ത ഈസോഫാഗസ്, ഈ പൈപ്പ് ലൈക്ക് സ്ട്രക്ചർ, ഇതിനാണ് എന്ത് പറയുന്നത്, ഈസോഫാഗസ് എന്ന് പറയുന്നത്. ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലുള്ള പാർട്സ് ആണ് ഞാൻ ഈ പറയുന്നത്. 1 ബക്കൽ ക്യാവിറ്റി. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്, ഈസോഫാഗസ്. അടുത്തതാ നോക്കിയേ, സ്റ്റൊമക്ക്. ഈ പോർഷനെയാണ് എന്ത് പറയുന്നത്, സ്റ്റൊമക്ക് എന്ന് പറയുന്നത്. സ്റ്റൊമക്ക് എന്ന് പറയുന്നത് എന്ത് ഷേപ്പാന്ന് നോക്കിയേ, ജെ, നമ്മുടെ ജെ ഷേപ്പ്, ആൽഫബറ്റിലുള്ള ഇംഗ്ലീഷ് ആൽഫബറ്റിലുള്ള ജെ ഷേപ്പാണ് എന്തെന്ന് പറയുന്നത്, സ്റ്റൊമക്ക് എന്ന് പറയുന്നത്. പിന്നെ അടുത്ത എന്താണ്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ഈ കോയിൽഡ് ഷേപ്പ് ഓർഗനാണ് എന്തെന്ന് പറയുന്നത്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്ന് പറയുന്നത്. അതിൻ്റെ ചുറ്റുമായിട്ട് കാണുന്ന ഈ ഓർഗനെയാണ് എന്ത് പറയുന്നത്, ഈ ചുറ്റുമായിട്ട് കാണുന്ന ഇതിനെയാണ് എന്ത് പറയുന്നത്, ലാർജ് ഇൻറ്റസ്റ്റൈൻ എന്ന് പറയുന്നത്. അവിടുന്ന് എങ്ങോട്ട് പോയിട്ടുണ്ട്, ഈ മുകളിൽ കാണുന്ന പോർഷൻ എന്ത് പറയും, റെക്ടം എന്നും താഴെ അവസാനിക്കുന്ന പോർഷൻ എന്ത് പറയും, ഏനസ് എന്നും പറയും. താഴെ അവസാനിക്കുന്ന പോർഷൻ എന്ത് പറയും, ഏനസ് എന്നും പറയും. ഓക്കെ, അപ്പോൾ ബക്കൽ ക്യാവിറ്റി, ഈസോഫാഗസ്, സ്റ്റൊമക്ക്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ, റെക്ടം ആൻഡ് ഏനസ്. ടെക്സ്റ്റ് കയ്യിലുള്ളവരെല്ലാവരും നോക്കുക, എടുത്തു വെച്ച് ഈ പറഞ്ഞ പിക്ചർ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. സോ ഓർഗൻസ് പ്രസൻറ്റ് ഇൻ ദ എലിമെൻ്ററി കനാൽ, അല്ലെങ്കിൽ ഓർഗൻസ്, വാട്ട് ആർ ദ ഓർഗൻസ് പ്രസൻറ്റ് ഇൻ ദ എലിമെൻ്ററി കനാൽ, അല്ലെങ്കിൽ വാട്ട് ആർ ദ ഓർഗൻസ് പ്രസൻറ്റ് ഇൻ ദ ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റം. എന്തൊക്കെ പാർട്സ് ആണ് ഇൻക്ലൂഡഡ് ആവുന്നത് ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ, എന്തൊക്കെ പാർട്ടാണ്, ബക്കൽ ക്യാവിറ്റി, അല്ലെങ്കിൽ ഞാൻ എന്ത് പറയും, മൗത്ത്. ഈസോഫാഗസ് എന്ന് പറയുന്നത് ഫുഡ് പൈപ്പാണ്. സ്റ്റൊമക്ക്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ കോൾഡ് ഷേപ്ഡ് സ്ട്രക്ചറാണ്, കോയിൽഡ് ആയിട്ടുള്ള ഒരു ഓർഗനാണ് എന്തെന്ന് പറയുന്നത്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ. അതിൻ്റെ ചുറ്റും കാണുന്നതാണ് ലാർജ് ഇൻറ്റസ്റ്റൈൻ. ലാസ്റ്റ് ആയിട്ട് വരുന്നതാണ് എന്ത്, ഏനസ്. ഏനസിൻ്റെ തൊട്ട് മുകളിലുള്ള ഏനസ് വഴിയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഫുഡ് പുറത്തോട്ട് പോകുന്നത് ഏത് വഴിയാണ്, ഏനസ് വഴിയാണ്. ആ ഏനസിൻ്റെ തൊട്ട് മുകളിലായിട്ട് കാണുന്ന സ്ട്രക്ചറാണ് എന്തെന്ന് പറയുന്നത്, റെക്ടം എന്ന് പറയുന്നത്. സോ ഇത്രയാണ് ഓർഗൻസ് പ്രസൻറ്റ് ഇൻ ദ എലിമെൻ്ററി കനാൽ അല്ലെങ്കിൽ ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ പാർട്സ് എന്ന് പറയുന്നത് ഇത്രയാണ്. അതിൽ ബക്കൽ ക്യാവിറ്റിയിൽ എന്തൊക്കെയാണ് വരുന്നത്, നമ്മുടെ വായുടെ ഭാഗം, മൗത്തിൻ്റെ ഭാഗത്തിനാണ് എന്ത് പറയുന്നത്, ബക്കൽ ക്യാവിറ്റി. അതിനകത്ത് എന്തൊക്കെ വരും, ടീത്ത് ആൻഡ് ടങ്, നമ്മുടെ പല്ലും നാവും അതിലാണ് വരുന്നത്. ഈസോഫാഗസ് എന്ന് പറയുന്നതാണ് എന്ത്, ഫുഡ് പൈപ്പ്. നമ്മൾ കഴിക്കുന്ന ഫുഡ് പൈപ്പ് എന്ന് പറയുന്ന ഈസോഫാഗസ് വഴിയാണ് താഴോട്ട് ഇറങ്ങി എവിടോട്ട് ചെല്ലുന്നത്, സ്റ്റൊമക്കിലോട്ട് ചെല്ലുന്നത്. ഈസോഫാഗസ് എന്ന് പറയുന്ന ഫുഡ് പൈപ്പ് വഴിയാണ് നമ്മൾ ബക്കൽ ക്യാവിറ്റിക്കകത്ത് അല്ലെങ്കിൽ മൗത്തിനകത്ത് വയ്ക്കുന്ന ഫുഡായിട്ടും നമ്മൾ ചവച്ച് കഴിഞ്ഞ് ഇറങ്ങി പോകുന്ന ഏത് വഴിയിട്ടാണ്, ഈസോഫാഗസ് വഴിയാണ്. ഈ ഈസോഫാഗസ് വഴി ഇറങ്ങിയാണ് എവിടെ എത്തുന്നത്, സ്റ്റൊമക്കിൽ എത്തുന്നത്. സ്റ്റൊമക്ക് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, അത് എന്താണ്, ജെ ഷേപ്ഡ് ഓർഗനാണ്. എന്ത് ഷേപ്പ് ഓർഗനാണ്, ജെ ഷേപ്ഡ് ഓർഗനാണ്. ഇനി അടുത്ത സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്ന് പറയുന്നത് എന്താണ്, കോയിൽഡ് ഷേപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ചുരുങ്ങി കിടക്കുക. അതിനാണ് എന്ത് പറയുന്നത്, കോയിൽഡ് ഷേപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്ന് പറയുന്നത് കോയിൽഡ് ഷേപ്പ് ഓർഗനാണ്. പിന്നെ ഇനി അടുത്ത ലാർജ് ഇൻറ്റസ്റ്റൈൻ എന്ന് പറയുന്നത് നമ്മൾ എവിടെയാണ് കാണാൻ പറ്റുന്നത്, ലാർജ് ഇൻറ്റസ്റ്റൈൻ എന്ന് പറയുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ചുറ്റുമായിട്ട് കാണാൻ പറ്റുന്നതാണ് എന്ത്, ലാർജ് ഇൻറ്റസ്റ്റൈൻ എന്ന് പറയുന്നത്. അടുത്ത ഏനസ് എന്ന് പറയുന്നത് എന്താണ്, റെക്ടം ഈസ് ദ പാർട്ട് ഓഫ് ഏനസ് എന്ന് പറയുന്നത് ആ ഓപ്പണിങ്ങിനെയാണ് ഏനസ് എന്ന് പറയുന്നതും അതിന് തൊട്ട് മുകളിലത്തെ ഭാഗമാണ് എന്ത്, റെക്ടം എന്നും പറയുന്നത്. ഇതാ നോക്കിയേ, കണ്ടോ, ഇതാണ് റെക്ടം. ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെ ഏറ്റവും അവസാനത്തെ പോർഷനാണ് റെക്ടം എന്ന് പറയുന്നത്. അതിൻ്റെ താഴെ ഓപ്പണിംഗ്, ഈ ഓപ്പണിംഗ് വഴിയാണ് എന്ത് പോകുന്നത്, അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഫുഡ് വെളിയിൽ പോകുന്നത് ഈ ഏനസ് വഴിയാണ്. അതിൻ്റെ തൊട്ട് മുകളിലത്തെ പോർഷനാണ് എന്തെന്ന് പറയുന്നത്, റെക്ടം എന്ന് പറയുന്നത്. ഇതാണ് എന്ത്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ കണ്ടോ, ചുരുങ്ങി കിടക്കുന്നുണ്ടോ, അതിനാണ് കോയിൽഡ് ഷേപ്പ് ഓർഗൻ എന്ന് പറയുന്നത്, അതുകൊണ്ടാണ്. അതാണ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ. അതിൻ്റെ ചുറ്റും കാണുന്നതാണ് എന്ത്, ലാർജ് ഇൻറ്റസ്റ്റൈൻ എന്ന് പറയുന്നത്. ജെ ഷേപ്ഡ് സ്ട്രക്ചറാണ് എന്ത്, ഇതാക്കണ്ട, ജെ പോലെയല്ലേ ഇരിക്കുന്നത്, ജെ ഷേപ്ഡ് സ്ട്രക്ചറാണ് എന്ത്, സ്റ്റൊമക്ക് എന്ന് പറയുന്നത്. ഇതാണ് ഫുഡ് പൈപ്പ്. ഇതുവഴിയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ മൗത്തിൽ നിന്ന് ഫുഡ് നേരെ ഇറങ്ങി ഏത് വഴിയാണ് വരുന്നത്, ഈ ഫുഡ് പൈപ്പായ ഈസോഫാഗസ് വഴിയാണ് വരുന്നത്. ഓക്കെ,
അപ്പോൾ ഇത്രയാണ് പാർട്സ് എന്ന് പറയുന്നത്, മനസ്സിലായല്ലോ. അപ്പോൾ ഏതൊക്കെയാണ് പാർട്സ്? ബക്കൽ ക്യാവിറ്റി, ഈസോഫാഗസ്, സ്റ്റൊമക്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ ആൻഡ് എനസ്. ഇനി ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബക്കൽ ക്യാവിറ്റിയെക്കുറിച്ചാണ്. എന്താണ് ബക്കൽ ക്യാവിറ്റി? ബക്കൽ ക്യാവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് എന്ത് പേര് വിളിക്കും? ഓറൽ ക്യാവിറ്റി. നമ്മുടെ മൗത്തിനെയാണ് എന്ത് പറയുന്നത്? വായ്ക്കകത്തുള്ള പോർഷനാണ് എന്ത് പറയുന്നത്? ഓറൽ ക്യാവിറ്റി അല്ലെങ്കിൽ ബക്കൽ ക്യാവിറ്റി എന്ന് പറയുന്നത്. ഓറൽ ക്യാവിറ്റി, ബക്കൽ ക്യാവിറ്റി അല്ലെങ്കിൽ മൗത്ത് എന്ന് പറയുന്നത് എന്തിനു തന്നെയാണ്? ഇതിനെല്ലാം പറയുന്നത് ഒന്ന് തന്നെയാണ്, ബക്കൽ ക്യാവിറ്റി അല്ലെങ്കിൽ ഓറൽ ക്യാവിറ്റി. അതിനകത്ത് എന്തൊക്കെ പെടും? ഇൻക്ലൂഡ്സ് ടീത്ത് ആൻഡ് ടങ്. നമ്മുടെ പല്ലും നാവും ബക്കൽ ക്യാവിറ്റിക്കകത്താണ് ഉൾപ്പെടുന്നത്. പിന്നെ അതുപോലെ തന്നെ വേറൊരു സാധനം കൂടെ ഉണ്ട്, അതിന് പറയുന്ന പേരാണ് എന്ത്? സലൈവറി ഗ്ലാൻഡ്. എന്താണ്? സലൈവറി ഗ്ലാൻഡ്. നമ്മുടെ മൗത്തിനകത്ത് അല്ലെങ്കിൽ ബക്കൽ ക്യാവിറ്റിക്കകത്ത് കാണുന്ന ഒരു ഗ്ലാൻഡാണ് എന്തെന്ന് പറയുന്നത്? സലൈവറി ഗ്ലാൻഡ് എന്ന് പറയുന്നത്. സലൈവറി ഗ്ലാൻഡ് എന്തായിരിക്കും ചെയ്യുന്നത്? നമ്മുടെ സലൈവ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, നമ്മുടെ മൗത്തിനകത്തുള്ള സലൈവ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഉണ്ടാക്കുന്നത് ആരാണ് അല്ലെങ്കിൽ സെക്രീറ്റ് ചെയ്യുന്ന ആരാണ്? ഈ സലൈവറി ഗ്ലാൻഡ്സ് ആണ്. എത്ര പേരുണ്ട് സലൈവറി ഗ്ലാൻഡ്സ് നമ്മുടെ മൗത്തിനകത്ത്? 3 pairs ഓഫ് സലൈവറി ഗ്ലാൻഡ്സ് ഉണ്ട്. നമ്മുടെ മൗത്തിനകത്ത് അല്ലെങ്കിൽ ബക്കൽ ക്യാവിറ്റിക്കകത്ത് കാണുന്ന ഒരു ഗ്ലാൻഡാണ് എന്തെന്ന് പറയുന്നത്? സലൈവറി ഗ്ലാൻഡ് എന്ന് പറയുന്നത്. 3 പേർ സലൈവറി ഗ്ലാൻഡ്സ് ആണുള്ളത്. അതെന്ത് പ്രൊഡ്യൂസ് ചെയ്യും? സലൈവ പ്രൊഡ്യൂസ് ചെയ്യും. ഇനി ഈ സലൈവയ്ക്കകത്ത് എന്ത് ഒരു എൻസൈം ഉണ്ട്. എൻസൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രോസസ്സിനെ സ്പീഡപ്പ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് എൻസൈം. ഇപ്പോൾ സലൈവ എന്ന് പറയുന്ന ആ സാധനത്തിനകത്ത് എന്തുണ്ട്? എൻസൈംസ് ഉണ്ട്. ആ എൻസൈംസ് എന്ത് ചെയ്യുമെന്നാണ് പറയുന്നത്? ആ എൻസൈമിൻ്റെ പേരാണ് അമൈലേസ്. സലൈവറി അമൈലേസ് എന്നാണ് ആ എൻസൈമിന് പറയുന്ന പേര്. എന്ത് പേരാണ് പറയുന്നത്? സലൈവറി അമൈലേസ് എന്നാണ് പറയുന്നത്. ഇതെന്ത് ചെയ്യും? നമ്മൾ കഴിക്കുന്ന ഫുഡിൽ ഉള്ള കാർബോഹൈഡ്രേറ്റ്സിനെ ഇതെന്ത് ചെയ്യാൻ സഹായിക്കും? ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. എന്താണ് ചെയ്യുന്നത്? നമ്മുടെ ബക്കൽ ക്യാവിറ്റിക്കകത്ത് സലൈവറി ഗ്ലാൻഡ്സ് ഉണ്ട്. ആ സലൈവറി ഗ്ലാൻഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് സലൈവ എന്ന് പറയുന്നത്. ആ സലൈവയ്ക്കകത്ത് എൻസൈമായ സലൈവറി അമൈലേസ് ഉണ്ട്. ആ അമൈലേസ് എന്തിന് ഹെൽപ്പ് ചെയ്യും? നമ്മൾ കഴിക്കുന്ന ഫുഡിലുള്ള കാർബോഹൈഡ്രേറ്റ്സിനെ ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് ആര് സഹായിക്കും? ഈ സലൈവറി അമൈലേസ് സഹായിക്കും. മനസ്സിലായല്ലോ. അടുത്തതെന്ന് പറയുന്ന ടങ് എന്താണ്? നമ്മുടെ നാവ്. ടങ് എല്ലാവർക്കും അറിയാം. എന്തിനു വേണ്ടിയിട്ടായിരിക്കും നമ്മൾ കൂടുതലായിട്ട് ടങ് യൂസ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലായിട്ട് എന്ത് യൂസ് ചെയ്യുന്നത്? നമ്മുടെ ടങ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതെന്ന് പറയുന്നത് എന്താണ്? ഫ്ലഷി ആയിട്ടുള്ളൊരു മസ്കുലർ ഓർഗനാണ്. നമ്മുടെ നാവ് തൊടുമ്പോൾ തന്നെ അറിയാൻ പറ്റും, അത് ഭയങ്കര ഫ്ലഷി ആയിട്ടാണ്. മസ്കുലർ ഓർഗനാണ്. മസിൽസ് നിറഞ്ഞ ഫ്ലഷി ആയിട്ടുള്ളൊരു ഓർഗനാണ് എന്തെന്ന് പറയുന്നത്? ടങ് എന്ന് പറയുന്നത്. ഈ ടങ്ങിൽ നിറയെ എന്താണുള്ളത്? നമുക്ക് ടേസ്റ്റ് അറിയാനുള്ള ടേസ്റ്റ് ബഡ്സ് ഉണ്ട്. നമ്മുടെ നാവിൽ, നമ്മുടെ ടങ്ങിൽ ടേസ്റ്റ് ബഡ്സിൻ്റെ പ്രസൻസ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് എന്തറിയാനായിട്ട് പറ്റുന്നത്? ടേസ്റ്റ് അറിയാനായിട്ട് പറ്റുന്നത്. ടേസ്റ്റ് അറിയാനായിട്ട് പറ്റുന്നത്. ഓക്കെ, നമുക്ക് എന്തൊക്കെ ടേസ്റ്റാണ് നമ്മുടെ നാവ് വെച്ച്, നമ്മുടെ ടങ്ക് വെച്ച് അറിയാനായിട്ട് പറ്റുന്നത്? ബിറ്റർ മീൻസ് വാട്ട്? ബിറ്റർ മീൻസ് കയ്പ്പ് അല്ലേ? സോർ പുളിപ്പ്. സ്വീറ്റ് എന്താണ്? മധുരം. സാൾട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപ്പ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ പുതിയതായിട്ട് കണ്ടുപിടിച്ച, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടില്ല, എന്നാലും നിങ്ങളുടെ നോളജിന് വേണ്ടി അറിയാൻ വേണ്ടിയിട്ട് പറയുവാണ്. ഇപ്പോൾ പുതിയതായിട്ട് കണ്ടുപിടിച്ച ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് ഉമാമി ടേസ്റ്റ് എന്ന് പറയും. എന്താണ്? ഉമാമി ടേസ്റ്റ്. ആ ടേസ്റ്റിൻ്റെ പേരാണ് ഉമാമി ടേസ്റ്റ്. ഇപ്പോൾ ഉമാമി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എല്ലാവരും വിചാരിക്കും അല്ലേ? 5th റീസെൻ്റ്ലി ഡിസ്കവേർഡ് ടേസ്റ്റാണ് എന്തെന്ന് പറയുന്നത്? ഉമാമി എന്ന് പറയുന്നത്. ഉമാമി എന്ന് പറയുമ്പോൾ എന്തിൻ്റെ ടേസ്റ്റ് ആയിരിക്കും? ഇപ്പം നമ്മൾ ചിക്കനോ മട്ടണോ ബീഫോ അങ്ങനെ എന്തെങ്കിലും കഴിച്ചാൽ നിങ്ങൾക്ക് തോന്നാറുണ്ടോ അതിൽ ഉപ്പുണ്ടെന്നോ പഞ്ചസാര ഉണ്ടെന്നോ മധുരം ഉണ്ടെന്നോ പുളി ഉണ്ടെന്നോ അങ്ങനെയെങ്കിലും തോന്നാറുണ്ടോ? ഇല്ല. നമുക്ക് മീറ്റ് കഴിക്കുമ്പോഴത്തേക്കും നമുക്ക് വേറൊരു ടേസ്റ്റാണ് നമുക്ക് നാവിൽ തോന്നാറുള്ളത് അല്ലേ? അപ്പോൾ ആ ടേസ്റ്റാണ് എന്തെന്ന് പറയുന്നത്? ഉമാമി ടേസ്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ പുതിയതായിട്ടൊരു ടേസ്റ്റ് കണ്ടുപിടിച്ചാണ് ഉമാമി എന്ന് പറയുന്നത്. അതിന് എന്തിൻ്റെ ടേസ്റ്റാണ്? ഇറ്റ് ടേസ്റ്റ് ലൈക്ക് മീറ്റ്. ഓക്കെ, മീറ്റിൻ്റെ ടേസ്റ്റ് അറിയാനുള്ള ഇതും കൂടെ നാവിലുണ്ട്. അതാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? അതിന് ഉമാമി എന്നാണ് പറയുന്നത്. സോ ബിറ്റർ ടേസ്റ്റ് അറിയാനുള്ള ടേസ്റ്റ് ബഡ്സ് ഉണ്ട്, സോർ ടേസ്റ്റ് അറിയാനുള്ള ടേസ്റ്റ് ബഡ്സ് ഉണ്ട്, സ്വീറ്റ് ടേസ്റ്റ് അറിയാനുള്ള ടേസ്റ്റ് ബഡ്സ് ഉണ്ട്, സോൾട്ടി ടേസ്റ്റ് അറിയാനുള്ള ടേസ്റ്റ് ബഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ റീസെൻ്റ്ലി കണ്ടുപിടിച്ചാണ് ഉമാമി ടേസ്റ്റ് ബഡ്സ്. അതിന് എന്തിനുള്ള കഴിവുണ്ട്? മീറ്റിൻ്റെ ടേസ്റ്റ് നമ്മളെ അറിയിക്കാനുള്ള കഴിവാണ് ആർക്കുള്ളത്? ഈ ഉമാമി ടേസ്റ്റ് ബഡ്സിന് ഉള്ളത്. ഓക്കെ, അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന ഫങ്ഷൻസ് ഓഫ് സലൈവ. സലൈവയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്
എന്നുള്ളതാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ലൂബ്രിക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ. ലൂബ്രിക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ തരുന്നു. നമ്മുടെ ഇതിന് എന്തിൻ്റെ ഫംഗ്ഷൻ ഉണ്ട്? സലൈവ എന്ന് പറയുന്ന ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഫംഗൽ, ആൻറ്റി വൈറലാണ്. അതുകൊണ്ടാണ് നമ്മുടെ വായ്ക്കകത്ത് എന്തെങ്കിലും ഒരു മുറിവോ ഊണ്ടോ അങ്ങനെ എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ അത് താനെ ഹീൽ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? സലൈവയുടെ പ്രസൻസ് ഉള്ളത് കൊണ്ടാണ്. സലൈവയിൽ എന്തിൻ്റെ പ്രസൻസ് ഉണ്ട്? ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഫംഗൽ, ആൻറ്റി വൈറലാണ്. ഇതിനെല്ലാം തടയാനുള്ള ശക്തി, ഫംഗസിനെയും വൈറലിനെയും ബാക്ടീരിയസിനെയും എല്ലാത്തിനെയും തടയാനുള്ള ശക്തി ആർക്കുണ്ട്? സലൈവയ്ക്കുണ്ട്. സോ ഫങ്ഷൻസ് ഓഫ് സലൈവ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വൺ ലൂബ്രിക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ. ലൂബ്രിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ബക്കൽ ക്യാവിറ്റിക്ക് എപ്പോഴും ഒരു നനവ് തരുന്നത് ആരാണ്? ലൂബ്രിക്കേഷൻ തരുന്നത് ആരാണ്? ഈ സലൈവയാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ബഫറിങ് ആക്ഷൻ ഓഫ് ബ്രേക്കിംഗ് ഡൗൺ ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്. ഞാൻ ആദ്യം പറഞ്ഞു, നമ്മുടെ ബക്കൽ ക്യാവിറ്റിയിൽ അല്ലെങ്കിൽ ഓറൽ ക്യാവിറ്റിക്കകത്ത് ഫുഡ് വെക്കുമ്പോഴത്തേക്ക് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അംശമുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഡൈജസ്റ്റ് ചെയ്യാൻ സഹായിക്കും. ഇത് ഡൈജസ്റ്റ് ചെയ്ത് എന്താണ് ആവുന്നത്? ഒന്ന് ഗ്ലൂക്കോസാണ്. ഗ്ലൂക്കോസായിട്ട് നമ്മുടെ എനർജി, നമ്മുടെ ലൈഫ് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ഒന്നുകിൽ ആ ഗ്ലൂക്കോസ് യൂസ് ചെയ്യും, അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇത് ലിവറിൽ ഗ്ലൈക്കോജൻ്റെ ഫോമിൽ ഇത് സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ചെയ്യുന്നത്? ഇത് അതുപോലെ തന്നെ സലൈവ എന്തിനെ ഹെൽപ്പ് ചെയ്യും? നമ്മൾ കഴിക്കുന്ന ഫുഡിൽ കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ടെങ്കിൽ അതിനെ ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. അതാണ് സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി തേർഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? മെയിൻറ്റെയിനിങ് ടൂത്ത് ഇൻറ്റഗ്രിറ്റി. ഓക്കെ, ഇപ്പോൾ എന്തെങ്കിലും ഫുഡോ അങ്ങനെ എന്തെങ്കിലും വലിയ ഫുഡ് ഐറ്റംസ് എന്തെങ്കിലും പല്ലിൻ്റെ ഇടയിലോ അങ്ങനെ എന്തെങ്കിലും കയറി ഇരിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ ഈ സലൈവ എന്ത് ചെയ്യാനായിട്ട് സഹായിക്കും? അതിനെ അവിടുന്ന് റിമൂവ് ചെയ്തെടുക്കാനായിട്ട് സഹായിക്കും. അതാണ് മെയിൻറ്റെയിനിങ് ടൂത്ത് ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സലൈവയ്ക്ക് എന്തിൻ്റെയൊക്കെ ഫങ്ഷൻസ് ഉണ്ട്? ആൻറ്റി ബാക്ടീരിയലാണ്, ആൻറ്റി ഫംഗലാണ്, ആൻറ്റി വൈറലുമാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയാണ് ഫങ്ഷൻസ് ഓഫ് സലൈവ എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഫങ്ഷൻസ് ഓഫ് സലൈവ എന്ന് പറയുന്നത്? ലൂബ്രിക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ തരുന്നു. പിന്നെ അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ്സിനെ ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ആരാണ് ഈ കാർബോഹൈഡ്രേറ്റ്സിനെ ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്? സലൈവയിൽ അടങ്ങിയിട്ടുള്ള സലൈവറി അമൈലേസ് എന്ന് പറയുന്ന എൻസൈമാണ് കാർബോഹൈഡ്രേറ്റ്സിനെ ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. ഇത് ഡൈജസ്റ്റായി എന്താവും? ഗ്ലൂക്കോസ് ആവും. ഒന്നുകിൽ ആ ഗ്ലൂക്കോസ് ബോഡി എനർജി ലൈഫ് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് എടുക്കും, അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഈ ഗ്ലൂക്കോസ് ഗ്ലൈക്കോജനായിട്ട് ലിവറിൽ സ്റ്റോർ ചെയ്യും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ടൂത്ത് ഇൻറ്റഗ്രിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ വേറെ എന്തൊക്കെ ഫംഗ്ഷനുള്ള? ആൻറ്റി ബാക്ടീരിയലാണ്, ആൻറ്റി ഫംഗലാണ്, ആൻറ്റി വൈറലാണ്. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യും? ടേസ്റ്റിനും ഡൈജഷനും ഹെൽപ്പ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ബക്കൽ ക്യാവിറ്റിക്കകത്ത് എന്തെങ്കിലും മുറിവ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഹീൽ ചെയ്യാനായിട്ട് ഒരു പരിധി വരെ ആര് സഹായിക്കും? സലൈവ സഹായിക്കും. അതുകൊണ്ട് തന്നെ സലൈവ എന്ത് പറയും? ബെസ്റ്റ് ഹീലർ എന്ന് വിളിക്കും. ആരെ? സലൈവ എന്ത് വിളിക്കും? ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് എ ബെസ്റ്റ് ഹീലർ. മുറിവ് ഉണങ്ങാനായിട്ട് ആര് സഹായിക്കുന്നുണ്ട്? നമ്മുടെ സലൈവ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അതിനെ എന്ത് പേരിൽ വിളിക്കുന്നത്? ഇറ്റ് ഈസ് എ ബെസ്റ്റ് ഹീലർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് സലൈവയിൽ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഓറൽ ക്യാവിറ്റിക്കകത്ത് തന്നെയുള്ള ടീത്ത് എന്ന് പറയുന്നത് എന്താണ്? പല്ലിനെയാണ് എന്ത് പറയുന്നത്? ടീത്ത് എന്ന് പറയുന്നത്. നമ്മൾ ആദ്യമായിട്ടുണ്ടാവുന്ന എത്ര ടീത്ത് ഉണ്ടാവും? 20 നമ്പർ ഓഫ് ടീത്താണ് ഫസ്റ്റ് സെറ്റ് ഓഫ് ടീത്ത് എന്ന് പറയുന്നത്. ഫസ്റ്റ് സെറ്റ് ഓഫ് ടീത്ത് എന്ന് പറയുമ്പോൾ എത്രയാണ്? 20 നമ്പർ ഓഫ് ടീത്തിനാണ് എന്തെന്ന് പറയുന്നത്? ഫസ്റ്റ് സെറ്റ് ഓഫ് ടീത്ത് എന്ന് പറയുന്നത്. അതെന്തായിരിക്കും? ടെമ്പററി ടീത്ത് ആയിരിക്കും, അല്ലേ? അത് അവിടെ ശാശ്വതമായിട്ടുള്ളതല്ല, അതിനാണ് ടെമ്പററി ടീത്ത് എന്ന് പറയുന്നത്. ഈ ടെമ്പററി ടീത്ത് എല്ലാം വീണ് കഴിഞ്ഞതിന് ശേഷം എത്ര ടീത്ത് ഉണ്ടാവും? നമുക്ക് 32 നമ്പർ ഓഫ് ടീത്ത് ഉണ്ടാവും, ഇല്ലേ? അത് വീഴുന്ന 8 വയസ്സിനിടയിൽ, 6 മുതൽ 8 വയസ്സിനിടയിൽ ഇത് എന്ത് ചെയ്യും? വീണ് അടുത്ത പല്ല് പൊടിക്കും. ഈ പൊടിച്ചു വരുന്ന അടുത്ത പല്ലിനെയാണ് എന്ത് പറയുന്നത്? പെർമനൻറ്റ് ടീത്ത് എന്ന് പറയുന്നത്. എന്ത് പറയും? പെർമനൻറ്റ് ടീത്ത്. മറ്റേത് 6 വയസ്സ് വരെയൊക്കെ എത്ര പല്ലേ ഉണ്ടാവുള്ളൂ? 20 പല്ല്, 20 നമ്പർ ഓഫ് ടീത്ത്സേ ഉണ്ടാവുള്ളൂ. അതിനാണ് എന്ത് പറയുന്നത്? ഫസ്റ്റ് സെറ്റ് ഓഫ് ടീത്ത് എന്ന് പറയും. ഇത് ഒരു 8 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് ഒരു 6 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യാൻ തുടങ്ങും? ഇത് വീഴാൻ തുടങ്ങും, പൊഴിയാനായിട്ട് തുടങ്ങും. അങ്ങനെ എന്ത് ചെയ്യും? അടുത്ത പല്ല് വരും. ആ നെക്സ്റ്റ് സെറ്റ് ഓഫ് നമ്പർ ഓഫ് ടീത്തിനെയാണ് എന്ത് പറയുന്നത്? പെർമനൻറ്റ് ടീത്ത് എന്ന് പറയുന്നത്. എത്രയായിരിക്കും നമ്പർ കൗണ്ട് എന്ന് പറയുന്നത്? വാട്ട് ഈസ് ദ നമ്പർ കൗണ്ട്? 32 നമ്പർ ഓഫ് ടീത്ത് ആയിരിക്കും നമുക്ക് പെർമനൻ്റ് ആയിട്ട് ഉണ്ടാവുന്ന ടീത്ത് എന്ന് പറയാം. ഈ ആദ്യം കാണുന്ന 20 നമ്പർ ഓഫ് ടീത്തിനെയാണ്, അതായത് 6 വയസ്സിന് മുന്നേ, അതായത് പല്ല് ആദ്യം നമ്മൾ കുഞ്ഞ് ഉണ്ടായി പല്ല് പൊടിച്ച് കഴിഞ്ഞ് 6 മുതൽ 8 വയസ്സിനിടയിൽ എന്ത് ചെയ്യാൻ തുടങ്ങും? പൊഴിഞ്ഞു തുടങ്ങാൻ തുടങ്ങും. ആ പൊഴിയുന്നതിന് മുന്നേ ആയിട്ട് കാണുന്ന ആ 20 നമ്പർ ഓഫ് ടീത്തിനാണ് എന്ത് പറയുന്നത്? ടെമ്പററി ടീത്ത് അല്ലെങ്കിൽ മിൽക്ക് ടീത്ത് എന്ന് പറയും.
പാൽപ്പല്ല് എന്ന് പറയും. ടെമ്പററി ടീത്ത് അല്ലെങ്കിൽ മിൽക്ക് ടീത്ത് എന്ന് പറയുന്ന ഏതാണ്? ആ 20 നമ്പർ ഓഫ് ടീത്തിനെയാണ് മിൽക്ക് ടീത്ത് അല്ലെങ്കിൽ ടെമ്പററി ടീത്ത് എന്ന് പറയുന്നത്. ഇത് പൊഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉണ്ടാവുന്ന 32 നമ്പർ ഓഫ് ടീത്തിനെയാണ് എന്ത് പറയുന്നത്? പെർമനൻറ്റ് ടീത്ത് എന്ന് പറയുന്നത്. അടുത്ത് നോക്കിയേ, അടുത്ത നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന ടൈപ്സ് ഓഫ് ടീത്തിനെ പറ്റിയാണ്. എത്ര ടൈപ്സ് ടീത്താണ് ഉള്ളതെന്നുള്ളതാണ്. നമ്മുടെ ഓറൽ ക്യാവിറ്റിയിൽ അല്ലെങ്കിൽ ബക്കറ്റ് ക്യാവിറ്റിയിൽ എത്ര ടൈപ്പ് ടീത്ത് ഉണ്ട്? 4 ടൈപ്സ്. 1 2 3 4. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് ഇൻസിസേഴ്സ്, സെക്കൻഡ് വൺ ഈസ് കനൈൻ, തേർഡ് വൺ ഈസ് പ്രീമോളാർ ആൻഡ് ഫോർത്ത് വൺ ഈസ് മോളാർ. ഏതൊക്കെയാണ്? ഇൻസിസേഴ്സ്, കനൈൻ, പ്രീമോളാർ, മോളാർ. അല്ല, ഇൻസിസേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ട് പോർഷനിൽ കാണുന്ന പല്ല്. അതെന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഭയങ്കര ഷാർപ്പായിരിക്കും, ബ്ലേഡ് ലൈക്ക് സ്ട്രക്ചറാണ്. ഏതിന്? ഇൻസിസേഴ്സിന്. നമ്മുടെ ഫ്രണ്ട് പോർഷനിൽ കാണുന്ന പല്ലാണ് ഏത്? ഇൻസിസേഴ്സ്. ഷാർപ്പായിരിക്കും, ബ്ലേഡ് ലൈക്ക് സ്ട്രക്ചർ ആയിരിക്കും. എന്തിനു വേണ്ടിയിട്ടായിരിക്കും? നമ്മളിപ്പോൾ ആപ്പിളൊക്കെ കടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ ഫ്രണ്ടിലത്തെ പല്ലാണ് അല്ലേ. ആ ആപ്പിളൊക്കെ കടിച്ചെടുക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ ടീത്താണ് ഏതെന്ന് പറയുന്ന ഇൻസിസേഴ്സ്. ഫ്രണ്ട് പോർഷനിലുള്ള പല്ലാണ് ഇൻസിസേഴ്സ്. അടുത്ത കനൈൻസ്. കനൈൻ എന്ന് പറയുന്നത് നോക്കി, നിങ്ങളുടെ 2 സൈഡിലായിട്ട് കൂർത്ത പല്ല് കാണാൻ പറ്റും. തൊട്ട് നോക്കിയാൽ 2 സൈഡിലായിട്ട് കൂർത്ത പല്ല് കാണാൻ പറ്റും. അതിനെയാണ് എന്ത് പറയുന്നത്? കനൈൻ എന്ന് പറയുന്നത്. നമ്മളത് എന്തിനാണ് യൂസ് ചെയ്യുന്ന? കനൈൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ചിക്കനോ മീറ്റോ ഒക്കെ കിട്ടിയാൽ നമ്മൾ കടിച്ച് വലിച്ചെടുക്കാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്ത്? ടയർ ചെയ്യാനായിട്ട്. ചിക്കൻ്റെ പാർട്സ് ഒക്കെ ടയർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്ത്? കനൈൻ എന്ന് പറയുന്നത്. സോ ഇൻസിസേഴ്സ് എന്ന് പറയുന്ന ഫ്രണ്ട് പോർഷനിലെ പല്ലാണ്, ബ്ലേഡ് ലൈക്ക് സ്ട്രക്ചറാണ്. ആപ്പിളൊക്കെ നമ്മൾ കടിച്ചെടുക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഇൻസിസേഴ്സാണ്. കനൈൻ എന്ന് പറയുന്നത് ഷാർപ്പ് എഡ്ജസ് ആയിരിക്കും. നമ്മൾ ചിക്കനോ മീറ്റോ ഒക്കെ ടയർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് എന്തിനായിരിക്കും? ഈ കനൈനെയാണ്. അതൊന്ന് പോയിൻറ്റഡ് ടീത്താണ് എന്തെന്ന് പറയുന്നത്? കനൈൻ എന്ന് പറയുന്നത്. ഈ കനൈൻ്റെ തൊട്ട് ബാക്കിലായിട്ട് കാണുന്നതാണ് എന്ത്? പ്രീമോളാറും മോളാറും. ഈ പ്രീമോളാറും മോളാറും എന്തിനായിരിക്കും ഉപയോഗിക്കുന്നത്? നമ്മളിത് ഇവിടുന്ന് ആപ്പിൾ കടിച്ചെടുത്തു വായ്ക്കകത്തിട്ട് ചവയ്ക്കാനായിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ഈ പ്രീമോളാറും മോളാറും. ഗ്രൈൻഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന, ചവച്ചരയ്ക്കാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്ത്? രണ്ടും ഈ പ്രീമോളാറും മോളാറും എന്ന് പറയുന്നത്. സോ 4 ടൈപ്സ് ഉണ്ട്. ഇൻസിസേഴ്സ് ഉണ്ട്, കനൈൻ ഉണ്ട്, പ്രീമോളാർ ഉണ്ട്, മോളാർ ഉണ്ട്. ഇൻസിസേഴ്സ് എന്ന് പറയുന്ന ഫ്രണ്ട് പോർഷനിലെ പല്ലാണ്. ആപ്പിളൊക്കെ കടിച്ചെടുക്കാനായിട്ട് നമ്മൾ ബൈറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്ത്? ഇൻസിസേഴ്സ് ആണ്. കനൈൻ എന്ന് പറയുന്ന പോയിൻറ്റഡ് ആയിട്ടുള്ള ടീത്താണ്. നമ്മുടെ ചിക്കനോ മീറ്റോ ഒക്കെ ടയർ ചെയ്യാനായിട്ട് കടിച്ച് വലിച്ചെടുക്കാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് കനൈൻ എന്ന് പറയുന്നത്. പ്രീമോളറോ മോളാറോ എന്തിന് യൂസ് ചെയ്യും? നമ്മൾ വായിലാക്കുന്ന അല്ലെങ്കിൽ ഓറൽ ക്യാവിറ്റിക്കകത്താക്കുന്ന ഫുഡ് ഐറ്റംസിനെ നമ്മൾ ഗ്രൈൻഡ് ചെയ്യാനായിട്ട്, ചവച്ചരയ്ക്കാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്ത്? പ്രീമോളാറും മോളാറും എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ നോക്കിയേ ടൈപ്സ് ഓഫ് ടീത്ത് ഏതൊക്കെയാണ്? ഇൻസിസേഴ്സ്, കനൈൻ, മോളാർസ് ആൻഡ് പ്രീമോളാർസ്. സോ ഇൻസിസേഴ്സ് എന്ന് പറയുന്നത് ഷാർപ്പ് ആൻഡ് ബ്ലേഡ് ലൈക്ക് ഫോർ കട്ടിംഗ് ഫുഡ്. എക്സാമ്പിൾ എന്താണ്? ബൈറ്റിംഗ് ആൻഡ് ആപ്പിൾ. കനൈൻ എന്ന് പറയുന്നത് പോയിൻറ്റഡ് ടീത്ത് ആയിരിക്കും, യൂസ്ഡ് ഫോർ ടയറിംഗ് ഫുഡ്. എക്സാമ്പിൾ എന്താണ്? യൂസ്ഡ് ടു ടയർ ഓഫ് എ പീസ് ഓഫ് മീറ്റ്. നെക്സ്റ്റ് വൺ പ്രീമോളാർസ്. ഷെയർ ഫീച്ചേഴ്സ് ഓഫ് ബോത്ത് കനൈൻ ആൻഡ് മോളാർസ്. അതുപോലെ തന്നെ എന്താണ്? ഗ്രൈൻഡ് ചെയ്യാൻ, ഫുഡ് ഗ്രൈൻഡ് ചെയ്യാനായിട്ട് എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? പ്രീമോളാറും മോളാറും യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മോളാർസ് ആൻഡ് പ്രീമോളാർസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ബ്രോഡ് ആൻഡ് ഫ്ലാറ്റ്, പരന്നാണ് ഇരിക്കുന്നത്. നമുക്ക് തൊട്ട് നോക്കി അറിയാൻ പറ്റും നമ്മുടെ ബാക്കിലത്തെ പല്ലുകൾ ഈ ഏത് പോർഷൻ നമ്മുടെ കനൈൻ, അതായത് ആ പോയിൻറ്റഡ് ആയിട്ടുള്ള ടീത്ത്, കൂർത്തിരിക്കുന്ന പല്ല് കഴിഞ്ഞാൽ അങ്ങോട്ടുള്ള പല്ലുകളെല്ലാം എങ്ങനെയാണ് ഇരിക്കുന്നത്? ബ്രോഡ് ആയിരിക്കും, ഫ്ലാറ്റ് ആയിരിക്കും. വീതിയുള്ളത് ഫ്ലാറ്റ് ആയിട്ടിരിക്കുന്ന പല്ലുകളെയാണ് എന്ത് പറയുന്നത്? മോളാർ ടീത്ത്സ് എന്ന് പറയുന്നത്. സോ ഇത്രയാണ് ടൈപ്പ് ഓഫ് ടീത്ത് എന്ന് പറയുന്നത്. ഇത്ര ഏതിനകത്താണ് വരുന്നത്? ബക്കൽ ക്യാവിറ്റിക്കകത്താണ്. ഈ ഏതൊക്കെ ടങ്കും അതുപോലെ തന്നെ ടീത്തും സലൈവ എല്ലാം ഏതിനകത്താണ് നമ്മൾ പഠിച്ചത്? ബക്കൽ ക്യാവിറ്റിക്ക് അകത്താണ്. ഓക്കെ, അടുത്ത് നോക്കിയേ, ഫുഡ് ഓറൽ ക്യാവിറ്റി വഴി എങ്ങോട്ടിറങ്ങും? ഈസോഫാഗസ്. ഞാൻ നേരത്തെ പിക്ചറിൽ കാണിച്ചു തന്നായിരുന്നു. ഈസോഫാഗസ് എന്ന് പറയുന്നത് ഏതാണ്? ഫുഡ് പൈപ്പാണ്. ബക്കൽ ക്യാവിറ്റിയിൽ നിന്ന് നേരെ ഇറങ്ങിപ്പോകുന്ന ആ പൈപ്പ് ലൈക്ക് സ്ട്രക്ചറാണ് എന്തെന്ന് പറയുന്ന? ഫുഡ് പൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ബക്കൽ ക്യാവിറ്റി വഴി എവിടോട്ട് ഇറങ്ങിപ്പോയി? ബക്കൽ ക്യാവിറ്റിയിൽ നിന്ന് എങ്ങോട്ട് ഇറങ്ങിപ്പോകും? ഈസോഫാഗസിലോട്ട്, അതായത് ഫുഡ് പൈപ്പിലോട്ട് ഇറങ്ങിപ്പോകും. ഈ ഈസോഫാഗസ് എന്താണ് ചെയ്യുന്നത്? ഇറ്റ് ക്യാരി ഫുഡ് ഫ്രം ദ ബക്കൽ ക്യാവിറ്റി ഇൻ ടു ദ സ്റ്റൊമക്ക്. ബക്കൽ ക്യാവിറ്റിയിൽ നിന്ന് സ്റ്റൊമക്കിലോട്ട് ഫുഡ് എത്തിക്കുന്നത് ആരാണ്? ഈ ഈസോഫാഗസ് ആണ്. ഈസോഫാഗസ് എന്ന് പറയുന്ന പോർഷൻ വഴിയാണ് ഫുഡ് ഇറങ്ങി എങ്ങോട്ട് വരുന്നത്? സ്റ്റൊമക്ക് എന്ന് പറയുന്ന പോർഷനിലോട്ട് വരുന്നത്. ഓക്കെ,